അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജീവനുള്ളവക്കും ജീവനില്ലാത്തവക്കും പ്രേമഭാജനമായിരുന്നു ഹബീബ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനോടുള്ള ഇഷ്ടത്തിൻ്റെ ഒരു സംഭവം ഞാനിവിടെ വിവരിക്കാം. മദീന പള്ളിയെ താങ്ങി നിർത്തിയിരുന്ന തൂണുകൾ ഉണങ്ങിയ ഈത്തപ്പന തടികളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയോതുമ്പോൾ ചാരിയിരുന്നത് അതിൽപ്പെട്ട ഒരു ഈത്തപ്പന തൂണിന്മേലായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുതുബയോതുമ്പോൾ കയറി നിൽക്കാനായി ഒരു പുതിയ മിമ്പർ നിർമ്മിക്കപ്പെട്ടു. അതിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഖുതുബ നിർവഹണത്തിനു സുസജ്ജമായി അത് മദീന പള്ളിയിലെത്തിച്ചു. അതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഖുതുബ നിർവഹണം പുതിയ മിമ്പറിലേക്ക് മാറ്റുകയും ചെയ്തു. അതോടെ പരിശുദ്ധ നബിയുടെ തിരുശരീരത്തിൻ്റെ സാന്നിധ്യം മൂലം ലഭിച്ചിരുന്ന എല്ലാ മഹത്വവും നഷ്ടപ്പെട്ട ഈത്തപ്പനത്തടി തൂൺ ചിണുങ്ങിക്കരയാൻ തുടങ്ങി. അത് പിന്നീട് തേങ്ങലായി പരിണമിച്ചു. സങ്കടം അടക്കാൻ കഴിയാതെ കുഞ്ഞിളം മനസ്സിൽ നിന്നൊഴുകി വരുന്ന തേങ്ങൽ അവിടെയാകെ പരന്നു. കരയുന്ന കുഞ്ഞിനെ അന്വേഷിച്ച് സ്വഹാബത്ത് പള്ളിക്കു ചുറ്റും ചുറ്റി നടന്ന് തിരച്ചിൽ നടത്തി. ഒരു കുഞ്ഞിൻ്റെയും സാന്നിധ്യം അവർ അവിടെ കണ്ടെത്തിയില്ല. പിന്നീടാണ് അവർ അത് ശ്രദ്ധിച്ചത്. തങ്ങൾ അന്വേഷിക്കുന്ന ശബ്ദത്തിൻ്റെ സ്രോതസ് പുന്നാര നബി ഖുതുബക്കിടെ അവിടുത്തെ തിരുശരീര സ്പർശനം കൊണ്ട് അനുഗ്രഹിച്ച ഉണങ്ങിയ ഈന്തപ്പനത്തൂൺ തിരുസാന്നിധ്യം നഷ്ടപ്പെട്ടതിനാൽ വിങ്ങി പൊട്ടുകയാണെന്നത്. പ്രപഞ്ചമലികം സർവചരാചരങ്ങൾക്കും കാരുണ്യമായി നിയോഗിക്കപ്പെട്ട മുത്തുനബി സാന്നിധ്യം, തിരുദർശനം ആഗ്രഹിക്കാത്ത ജീവനുള്ളതും ജീവനില്ലാത്തതുമായി ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. പിന്നീട് നബി തങ്ങൾ തന്നെ നേരിട്ട് വന്ന് ആ മരത്തൂണിനെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്തു പിടിച്ച് തലോടി. വാത്സല്യനിധിയായ പിതാവ് സങ്കടത്താൽ തേങ്ങി വിങ്ങുന്ന കുഞ്ഞിനെ സമാശ്വസിക്കും പോലെ ആശ്വാസം നൽകുന്നതുവരെ അത് തുടർന്നു. ആ തിരുസ്പർശനം ലഭിച്ചതോടെ കൊച്ചുകുട്ടിയുടേതെന്നുപോലെ ആ കരച്ചിലും നിന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കും ഹബീബിനെ സ്നേഹിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.